പത്രം 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 ഇന്നത്തെ പത്രം ആർക്കും വായിക്കാം, എങ്ങനെയും വായിക്കാം. ചൂടുള്ള വാർത്ത ചെറുതേരെ പത്രം ഒന്ന് വായിച്ചേ. ആ പത്രം 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 വായിക്ക് രുചിയായിട്ട് വായിക്കാം. ഇന്നത്തെ പത്രം ചൂടുള്ള വാർത്ത. കുമ്പറ നേരെ നല്ല ചൂടുള്ള സാധനം ചായയായിരിക്കും. അല്ല പത്രം പത്രം കാര്യത്തിന് ഇപ്പൊ പത്രവിൽപ്പന തുടങ്ങിയോ? ഇന്നലത്തെ വണ്ടേ മാച്ചിൽ ന്യൂസ് ഉണ്ടോ? ആനക്കാരട്ടല്ല അവന് ചേനക്കാര്യം. പത്രം വായിക്കണ ചക്ക. അമ്മേ ദേ സപ്തതി ആഘോഷം, വല്യമാമയുടെ സപ്തതി ആഘോഷ വാർത്ത. ഞാനും വായിച്ചു മോനെ. അത്ഭുതമായിരിക്കണം. വല്യേട്ടൻ സപ്രത്യാഘോഷം നടത്തണില്ല എന്ന് പറഞ്ഞതല്ലേ, പിന്നെ ഇത് എങ്ങനെയാ പത്രത്തിൽ വന്നത്? അതാ എനിക്കും മനസ്സിലാകാത്തത്. ആരാ ഈ വാർത്ത കൊടുത്തത്? ആര് കൊടുത്ത വാർത്തയായാലും എന്താ? സപ്തതി നടക്കണമെന്നും ഒരു അധികാര കൈമാറ്റം വേണമെന്നും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നില്ലേ? വാർത്ത കൊടുത്തത് ഞാനാ. സമ്മതിച്ചിരിക്കുന്നു. രാമനാഥൻ കലക്കി. എക്സലന്റ്. താങ്ക് യു. യു ആർ സ്മാർട്ട്. വെരി വെരി സ്മാർട്ട്. താങ്ക് യു. നിങ്ങളെയൊക്കെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനൊരു പ്രായച്ചിത്തം വേണമല്ലോ. അതുകൊണ്ടാ. എന്താ ഇതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഏയ് ഒരു എതിർപ്പില്ല. ഇക്കാര്യത്തിൽ ഞങ്ങളുടെയൊക്കെ ശക്തമായ സപ്പോർട്ട് രാമനാഥനുണ്ടാവും. അല്ലേ അളിയ? അതെ, എന്തായാലും രാമനാഥൻ ചെയ്ത ഒരു നല്ല കാര്യമാണ്. ഇനി ഏതായാലും സപ്തതി ആഘോഷം പൊടി പൂരമാക്കിയിട്ട് തന്നെ കാര്യം. അതെ, അത് തന്നെ. ആരാ ഈ വാർത്ത കൊടുത്തത്? വാർത്ത കൊടുത്തത് ഞാനാ. എല്ലാവരുടെയും ആഗ്രഹം അതാ, എന്റെയും. നമുക്ക് ഈ സപ്തതി ഒരു ചരിത്ര സംഭവം. അത് നടക്കില്ല. സോറി, എനിക്ക് കുറച്ചുപേർ കൂടി പത്രം എത്തിക്കാനുണ്ട്. പത്രം അനുവദിക്കില്ല ഞാൻ. ഇറങ്ങിക്കോളൂ. അതാ അദ്ദേഹം വരുന്നുണ്ട്. നമസ്കാരം. പത്രവാർത്ത കണ്ടു, സന്തോഷായി. പരാതി ഉണ്ടേ, വാർത്ത പത്രത്തിൽ അറിയേണ്ടി വന്നു. ഈ പത്രവാർത്ത തീർത്തും അനുയോജ്യം തന്നെ. അത്ര പ്രാധാന്യത്തിലല്ലേ വാർത്ത വന്നിരിക്കുന്നത്? അത് പിന്നെ പത്മനാഭൻ നായർ അദ്ദേഹത്തിന്റെ കാര്യമല്ലേ. ഈ സപ്തതി ആഘോഷം സംശയമുണ്ട്, ഗംഭീരമായിട്ട് തന്നെ നടത്തും. അതെ, നടത്തും. രാമനാഥ, നീ ഞാനുണ്ടാകും. എല്ലാത്തിനും ചുക്കാൻ പിടിക്കാൻ മുമ്പിൽ തന്നെ ഈ രാമനാഥൻ ഉണ്ടാവും. അമ്മാമ്മ മിണ്ടാവരടുത്ത് നിന്നാ മതി. ഇത് കുടുംബക്കാരുടെ മാത്രം കാര്യമല്ലല്ലോ. പത്മനാഭൻ നായർ അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ചെയ്ത സേവനം കണക്കിലെടുത്താ ഇത് നാട്ടുകാരുടെ ആവശ്യമാണ്. സപ്തതി ഞങ്ങള് ദേശീയോത്സവമാക്കി മാറ്റും. എന്താ അങ്ങയുടെ അഭിപ്രായം? അയ്യോ, അദ്ദേഹം ഇപ്പൊ ഒന്നും പറയില്ല. സന്തോഷം കൊണ്ട് അങ്ങോട്ട് വീർപ്പ് മുട്ടിയിരിക്കുകയാണേ. പറയാനുള്ളത് സപ്തതി ആഘോഷ സമയത്ത് പറഞ്ഞോളൂ. എന്തായാലും ഞങ്ങൾ കുടുംബക്കാരുടെ പരിപൂർണ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാവും, ഇല്ലേ? സംശയണ്ടാ? ഇനി പഴയ ഒരു ആഘോഷം ഈ തറവാട്ടിൽ ഇനി ഉണ്ടാവാനുണ്ടോ? എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്കുമോ? അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. ആഘോഷം ഇത്ര ആർഭാടപൂർവ്വം വേണ്ടെന്നാ. അത് ഞങ്ങൾ കരക്കാർ നിശ്ചയിക്കും. ആ. അപ്പൊ തീയതി നിശ്ചയിച്ച് മുമ്പോട്ട് നീങ്ങല്ലേ? അയ്യോ, അതിന് ഉത്തരം പറയേണ്ടത് അദ്ദേഹമല്ല, ദാ ഇദ്ദേഹമാ. ഇപ്പൊ തറവാട്ടിൽ ജീവിച്ചിരിക്കണ ഏറ്റവും മൂത്ത സംബന്ധക്കാരൻ, അപാര പണ്ഡിതൻ, വിവേകി വാന്തിണ്ണി മാമ. അപ്പൊ നമുക്ക് സപ്തതി ആഘോഷത്തിന്റെ തീയതി നിശ്ചയിച്ചിട്ട് മുമ്പോട്ട് പോവാല്ലേ? കേട്ടില്ലേ? എന്നൊരു വാക്കാ വായിന്ന് വീണ അതിന് തറവാട്ടിൽ എതിർവാക്കില്ല. അപ്പൊ നമുക്ക് ഭാവി പരിപാടികളെ കുറിച്ച് ആലോചിക്കാം. എന്താ? അതെ, അക്കരെ ചത്തുവേട്ട, ഇവർക്ക് വേണ്ട സാധനം മറ്റേ മിലിറ്ററി. പിന്നെ വേറെ ചങ്ങുണ്ണി. രാമനാഥ, എന്താ അമ്മമ്മേ? അമ്മമ്മ അവരുടെ അടുത്തേക്ക് ചെന്നാട്ടെ. അങ്ങോട്ട് ചെന്നാട്ടെ. അമ്മമ്മേ അന്ന് വന്ന് വിശ്രമിച്ചാട്ടെ. എന്താ നിന്റെ ഉദ്ദേശം? നല്ല ഉദ്ദേശം തന്നെ. മരുമക്കത്തായൊക്കെ പോയി ഇപ്പൊ മക്കത്തായോ. എന്തായാലും സപ്തതി ആഘോഷ ദിവസം ഒരു പ്രഖ്യാപനം ഉണ്ടാവുമല്ലോ. ഈ മകൻ ജീവിച്ചിരിക്കുമ്പോ അനന്തരവന്മാരെ അവകാശികളെന്ന് അങ്ങേക്ക് പറയാൻ കഴിയൂ? ഇല്ല, നിന്റെ ഉദ്ദേശം നടക്കില്ല. പയ്യാരത്ത് പത്മനാഭൻ നായർക്ക് കള്ളം പറയാൻ പറ്റില്ലല്ലോ. അങ്ങ് സത്യമേ പറയൂ, ധർമ്മമേ പ്രവർത്തിക്കൂ. ഇതെന്റെ വാക്കുകളല്ല, സമൂഹം പറയണതാണ്. സത്യം വദ ധർമ്മം ചര. മീനാക്ഷി, പായസം ഇനി തയ്യാറായില്ലേ? റെഡിയായി കഴിഞ്ഞു. ഏതായിട്ടുണ്ടോ? കുടിച്ചാ കാരണവരുടെ മനസ്സ് തെളിയണം. അതാ നമ്മുടെ വിജയം. ആ, വല്യമാമയുടെ ടേസ്റ്റ് ഒക്കെ എനിക്കറിയാം. എന്തായാലും ഒരു വലിയ കലത്തിലെടുത്തോ. അയ്യോ, അമ്മാമ്മയ്ക്ക് കുറച്ച് മതി. ആ, എന്നാ ഒരു സ്പൂണിലെടുക്ക്. വേഗം ആട്ടെ. ഇടിക്കല്ലേ, ബഹളം വെക്കല്ലേ. അയ്യോ, ആരും ബഹളം വെക്കരുത്, ബഹളം വെക്കരുത്. അകത്ത് രാമനാഥ മാഷ് ചർച്ചയിലാണ്. ക്യൂ പാലിക്കൂ. ആരും ആക്രാന്തം കാണിക്കരുത്. ക്യൂ പാലിക്കൂ പ്ലീസ്. എന്തെങ്ങനെ എന്റെ പകുതി എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. കയ്യിൽ ഒരു പാത്രം പിടിച്ചോണ്ട്. സൂചി കുത്താൻ ഇടവില്ലല്ലോ. നീ വന്നേ. അവിടെ നിൽക്കുക. അവസാനം വന്നവൻ ക്യൂവിന്റെ അറ്റത്ത് നിൽക്കുക. അതിക്രമിച്ച് കയറ്റാൻ പാടില്ല. ഇതെന്താ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുക? അതെ, ഇലക്ഷൻ അടുത്ത് വരികയാണല്ലോ. സീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള തള്ളിക്കയറ്റാണ്. അതുകൊണ്ട് ഇവിടെ നിൽക്കുക. അങ്ങനെ ഞാൻ ഓർഡർ ആക്കിയിട്ട് വരാം. മീനാക്ഷി എന്താടി കൊണ്ടുവന്നേക്കണേ? ഓ, ഒന്നുമില്ല. ഒരു പാൽപ്പായസ. വല്യമ്മയുടെ കയ്യിലെന്താ? എനിക്ക് വല്യേട്ടനെ ഒന്ന് കണ്ടിത്തിരി ഫ്രീ ആയിട്ട് സംസാരിക്കണമെന്നേ ഉള്ളൂ. അതിനൊന്നും വേണമെന്നില്ല. എന്നാലും ഇത്തിരി പാലട ആയിക്കോട്ടെ എന്ന് കരുതി.
അത് ശരി. അപ്പൊ വല്യേട്ടന് വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയാ എടുത്തിന്റെ തിരുമേനി അടുക്കളന്ന് പുറത്തിയടിച്ച്? നീ വിഷമിക്കണ്ട മുട്ടിയെ, നമ്മടെ കടലപ്രവനെ കടത്തിവെട്ടാൻ ഒരു വിഭവത്തിനാവില്ല. മുഹമ്മദ് മിനിഞ്ഞാന്നേ ഉണ്ടാക്കിയിരിക്കണോ? അയ്യേ, അപ്പൊ മെനിഞ്ഞാന്നേ ഉണ്ടാക്കിയ പ്രഥമനെ കൊണ്ടുവന്നേ, അത് വലിച്ചു പോയില്ലേ? നമ്മള് പൊളിക്കും. ഒന്നും മിണ്ടാണ്ടിരിക്കണുണ്ടോ? എല്ലാരും കൂടി വലിഞ്ഞു കയറി ചെന്ന വല്യേട്ടന് ഇഷ്ടപ്പെടില്ല. നിങ്ങളൊക്കെ പൊയ്ക്കോളൂ. ഞാൻ ഒറ്റയ്ക്ക് എന്ന് സംസാരിച്ചിട്ട് വിവരം പറഞ്ഞ പോരെ? അത് വേണ്ട, വല്യേട്ടൻ എല്ലാവർക്കും ഒരുപോലെയാ. ഒരുമിച്ച് സംസാരിച്ചാ മതി അല്ലേ? വേണ്ട, ആരും ഇപ്പൊ അങ്ങോട്ട് ചെല്ലണ്ട. മാറ് 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 മാറ്. വല്യേട്ടനെ ഒന്ന് കണ്ടോട്ടെ രാമനാഥ. ആരെയും ഇപ്പൊ അങ്ങോട്ട് കടത്തി വിടുന്ന കാരണോട് കർശനമായിട്ട് കൽപ്പിച്ചിരിക്കുക. പ്ലീസ് വെയിറ്റ്. എന്താ അതൊക്കെ? അടപ്രഥമൻ. അയ്യോ, അടപ്രധാനല്ലേ, പാലടയാ. പാലട. മൂപ്പരിപ്പതൊന്നും കഴിക്കാനുള്ള മൂടിലല്ല കുട്ട. ഇതൊക്കെ മേടിച്ച് നമ്മുടെ മുറിയിലേക്ക് വെച്ചേക്ക. അദ്ദേഹം വലിയ ടെൻഷനില്ല. എന്താ രാമനാഥ? സപ്തതി ആഘോഷം അടുത്ത് വരികയല്ലേ, അനന്തരാവകാശിയെ തിരഞ്ഞെടുക്കണ്ടേ? നിസ്സാര കാര്യ. ഞങ്ങൾ അതേക്കുറിച്ച് വിശദമായ ഒരു ചർച്ച നടത്തി. എന്നോട് അഭിപ്രായം ചോദിച്ചു. ഇതൊന്ന് തിന്നോട്ടെപ്പാ. എന്തു പറയാൻ, പലതും ഉരുത്തിരിഞ്ഞു. എന്തായാലും ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. എന്ത് സൂചന കിട്ടിയിരിക്കണേ? പറയാം. ഒന്ന് മൂത്രം ഒഴിച്ചോട്ടെ. ആരാണാവോ പുതിയ അവകാശി? രാമനാഥ, സ്വല്പം സ്പീഡ് കൂട്ടിക്കോ. ഇതെന്താ ആനമൂത്രം ഒഴിക്കും പോലെ? കുറച്ച് വെള്ളം ഒഴിച്ചേക്കണേ. പിന്നെന്താ മീനാക്ഷി, കുറച്ച് വെള്ളം ഒഴിച്ചേക്കണേ. മോനെ രാമനാഥ, എന്താ പറയാമെന്നേ. വഴി വഴി. മന്ത്രിയുടെ പിയുടെ പേരെന്തെന്ന് പറഞ്ഞേ? രാമകൃഷ്ണൻ. പറയൂ രാമനാഥ. കുലീനത്വം, തറവാടിത്തം, കാര്യശേഷി, കുശാഗ്രബുദ്ധി, ഇതൊക്കെ ഒത്തിണങ്ങിയ ഒരാളെ പരിഗണിക്കുന്നുണ്ട്. അതാരാ? ഈ തറവാട്ടിലുള്ള എല്ലാവർക്കും ആ ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നാലും അദ്ദേഹത്തിന്റെ മനസ്സിലൊരാളുണ്ട്. ഇനിയിപ്പോ ആള് തന്നെ വേണോ ഇല്ല മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കണോ എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് ഞങ്ങള്. ചിലപ്പോ അത് കുഞ്ഞുലക്ഷ്മി അമ്മ ആയിക്കൊടുന്നില്ല. അയ്യോ, എന്റെ പരദൈവങ്ങളെ, വല്യേട്ടന്റെ ഒരു കാരുണ്യോ. ആവണമെന്നില്ല. കാർത്തിയാനി അമ്മയാകാം, അയ്യോ, ഞാനോ? ശത്രുവേട്ടനാകാം, ശങ്കരൻകുട്ടി ചേട്ടനാകാം, തിരുമേനിയാകാം. എന്തിന് കോന്തുണ്ണി മാമയ്ക്ക് വരെ ചാൻസ് ഉണ്ട്. അയ്യോ, അപ്പൊ ചുരുക്കത്തിൽ എല്ലാവർക്കും ആശയ്ക്ക് വകയുണ്ട്. എന്നാലോട്ട് ആരും ഒന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. അതായത് അതേലിട്ട കോണാമ്പോൾ. പക്ഷേ അതൊന്നും അല്ല ഇവിടെ പ്രശ്നം. സപ്തതി ആഘോഷ ദിവസം ഞാനാണ് അനന്തരാവകാശി എന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തൻ ഇങ്ങോട്ട് കയറി വന്നാലോ? അങ്ങനെ ആര് വരാനാ? കാരണം ഒരു ബ്രഹ്മചാരിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തില് ആ ബ്രഹ്മചര്യത്തിന് ഒരു വീഴ്ച വന്നിട്ട് ഒരു അവകാശി ജനിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു മകൻ. അല്ല, അങ്ങനെ ചിരിച്ചു തള്ളാൻ പറ്റിയ വിഷയമല്ല. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ സകല തെളിവുകളും റെക്കോർഡുകളും ഒക്കെ ആയിട്ട് അവസാന നിമിഷം ഒരുത്തൻ രംഗപ്രവേശം ചെയ്താലോ? വരണമെന്നില്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടായാൽ നമ്മൾ അവനെ എങ്ങനെയാ കൈകാര്യം ചെയ്യുക? അങ്ങനെ ഒരുത്തൻ വന്ന അറ്റ കൈ തന്നെ പ്രയോഗിക്കും. രാമനാഥ, ഞങ്ങൾ അവനെ തട്ടിയിരിക്കും. അപ്പം മരണം ഉറപ്പമേ. ഈ പ്രതിസന്ധി എനിക്ക് താങ്ങാനാവുന്നില്ല. കഴിയുന്നത്ര ശ്രമിച്ചു സപ്തതി ഒഴിവാക്കാൻ. എനിക്കൊരു മകനുള്ളപ്പോ മറ്റൊരാളെ എങ്ങനെ അനന്തരാവകാശിയായി പ്രഖ്യാപിക്കും? പെങ്ങന്മാരുടെയും അനന്തരങ്ങളുടെയും മുഖത്ത് നോക്കി എനിക്കൊരു മകനുണ്ടെന്ന് പറയാൻ എന്നെ കൊണ്ടത് പറയാനാവില്ല. ഞാൻ ധർമ്മസങ്കടത്തില. അമ്മാമ്മ കൈയേൽപ്പിച്ച തറവാടിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ പോവുകയേ നിവൃത്തിയുള്ളൂ. എല്ലാം വിട്ടൊഴിഞ്ഞ് ഞാൻ യാത്രയാകുന്നു. മാപ്പ്, മാപ്പ് അമ്മാമേ, മാപ്പ്. അങ്ങ് ഇങ്ങോട്ട്. ഇത് ഭീരുത്വമാണ്. സപ്തതി ആഘോഷത്തിന്റെ ക്ഷണക്കത്ത് മുഴുവൻ അടിച്ചു കഴിഞ്ഞു. മറ്റൊരുക്കങ്ങളൊക്കെ പൂർത്തിയായി. ആ മുഹൂർത്തം നാട്ടുകാർ ഉറ്റു നോക്കിയിരിക്കുക. നാട്ടുകാർക്കല്ല, നിനക്കാണതിൽ താല്പര്യം, നിനക്കാണ് നേട്ടം. അങ്ങ് ക്ഷോഭിക്കരുത്. സ്വാഗത സംഘവും കമ്മിറ്റിയും ഒക്കെ നിന്റെ ബുദ്ധിയല്ലേ? ബുദ്ധി മാത്രമല്ല, എന്റെ ഉത്തരവാദിത്വം കൂടിയാ. ഈ സപ്തതി നടന്നില്ലെങ്കിലേ നാട്ടുകാരോട് സമാധാനം പറയേണ്ടത് ഞാനാ. അങ്ങ് പോയി കിടന്നാട്ടെ. ജസ്റ്റിസ് വിളിച്ചിരുന്നു, മന്ത്രി നാളെ വരും. ഇതൊക്കെ അവരറിഞ്ഞാലുള്ള ഭവിഷ്യത്ത്. കടന്നുപോണ്ടോ? ഇല്ല, അങ്ങ് എങ്ങോട്ടും പോവില്ല. നേരം വെളുക്കുവോളം കണ്ണിൽ എണ്ണ ഒഴിച്ചതിനോട് കാവലിരിക്കും. പ്ലീസ് അങ്ങ് പോയി കിടന്നാട്ടെ. ആ മനുഷ്യനെ നീ ഇങ്ങനെ വേദനിപ്പിക്കരുത്. കുറച്ച് വേദനിക്കട്ടെ. 30 വർഷം എന്റെ അമ്മ വേദനിച്ചതല്ലേ, ഒരു പങ്ക് അനുഭവിക്കട്ടെ. രാമനാഥ, അമ്മാമ്മ വിഷമിക്കാതിരിക്കുക. എല്ലാം ശുഭമായി തന്നെ കലാശിക്കും. പക്ഷേ രാമനാഥ, നിന്റെ മനസ്സിലിപ്പോ നടക്കില്ല.
കോപ്പിലെ ഒരു ഭാഗപത്രം. തറവാട് മില്ലുമ വിലപ്പെട്ട സ്വത്തുക്കള്. അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഭാഗപത്രത്തിൽ പറഞ്ഞിട്ടില്ല. എടോ, എന്റെ 45-ാമത്തെ വയസ്സില് ഈ വിദ്യാചരക്കിനെ ഞാൻ കെട്ടിയത് ഇവരുടെ മോന്തെ കുടുംബമുഖമേ കണ്ടിട്ടല്ല, സ്വത്തിന് വേണ്ടി തന്നെയാ. ഒരു ഒലത്തിയ സിനിമ കൊട്ടയിൽ എനിക്ക് പോരാ, ഈ തറവാട് തന്നെ വേണം. പറയണോ, തറവാട് ആർക്കാ ഞൊട്ടിയിരിക്കുന്നേ? അയ്യടാ, സംബന്ധക്കാരന്റെ ഒരു പൂതി. തറവാട്ടിലെ മൂത്ത സഹോദരി ഞാനാ. തറവാട് എനിക്ക് അവകാശപ്പെട്ടതാ. അത് ഈ ജന്മം ഞാൻ ആർക്കും വിട്ടുതരില്ല. ഓ, വയനാട്ടിലെ 300 ഏക്കർ എസ്റ്റേറ്റ് കിട്ടിയിട്ടും കിളവിയുടെ അത്യാഗ്രഹം കണ്ടില്ലേ? തറവാട് മീനാക്ഷിക്ക് കിട്ടണമെന്നുള്ളത് ന്യായം. എന്ത് ന്യായം? എവിടെയും കുടുംബത്തിലെ ഇളയ സന്തതിക്ക തറവാട്. അപ്പൊ അതെനിക്ക് അവകാശപ്പെട്ട തന്നെയാ. എന്നിട്ട് ഔദാര്യം പോലെ എഴുതി വെച്ചേക്കുള്ളൂ ഒരു തുണിക്കട. ടൗണിന്റെ സെന്ററിൽ ഒരു തുണിക്കട കിട്ടിയാ പുളിക്കോ? അത് വേണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നേക്ക്. അയ്യടാ, അത്യാഗ്രഹം. കാതലായ ഭാഗമൊക്കെ കുഞ്ഞുലക്ഷ്മിക്കും മക്കൾക്ക് വേണ്ടി തള്ളിയിരിക്കല്ലേ? അമ്പടി കേമി, ഓണം കയറാൻ മൂലയിൽ ഒരു എസ്റ്റേറ്റ് എഴുതി തന്നതാ നിനക്ക് കടുത്ത പോയത്. വെറുതെ അല്ലടി നീ മച്ചയായി പോയത്. ഒന്ന് നിർത്തുന്നുണ്ടോ? സ്വത്തിന് വേണ്ടി രക്തബന്ധം മറന്ന് ആരും ആളെടുക്കണ്ട, ആരും വഴക്കടിക്കുകയും വേണ്ട. എല്ലാം പോയി. മില്ല് റൈഡ് ചെയ്തൊന്ന്. രാമനാഥ, 5000 സ്ഥാപനങ്ങളൊക്കെ റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുക. വാഹനങ്ങളൊക്കെ പിടിച്ചെടുത്തു. ബാങ്ക് അക്കൗണ്ടുകളൊക്കെ മരവിപ്പിച്ചു കഴിഞ്ഞു. എന്താ കാര്യം? ടാക്സ് അരിയേഴ്സും സൂപ്പർ ടാക്സും ഒന്നും അടച്ചിട്ടില്ലാത്രേ. എന്റെ ദൈവമേ, ആ മഹാഭാവി ടാക്സ് അടച്ചിട്ടില്ലേ? ഏത് നിമിഷവും ഈ തറവാടും സ്വത്തും ഒക്കെ ജപ്തി ചെയ്തേക്കാം. അച്ഛനോടെ അത് പറയണോ? ഈ വാർത്ത അറിഞ്ഞത് മുതൽ അദ്ദേഹത്തെ കാണാനില്ല. ഈസ് മിസ്സിംഗ്. ദൈവമേ, എന്റെ വല്യമ്മക്ക് എന്ത് പറ്റിയോ? നിങ്ങൾ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ അദ്ദേഹത്തെ തേടി പോവാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? തറവാട് സ്വത്തുക്കളെല്ലാം ജപ്തിയാൻ പോകും. കണക്കൂടെല്ലാം തെറ്റി. എന്തെങ്കിലും ഒരു പരിഹാരം പറയണേ. ആധാരം രജിസ്റ്റർ ആയി കഴിഞ്ഞില്ലേ? നമുക്ക് എഴുതി വെച്ചൊക്കെ നമുക്ക് തന്നെ കിട്ടുമല്ലോ. ഇല്ല, വിലയാധാരമല്ല, ഇഷ്ടദാനമായി എഴുതി വെച്ചിരിക്കണേ. ജപ്തി നടന്ന എല്ലാം പോക്കാ. അതായത് ഒരു വക്കോൽ തുരുമ്പിന്റെ വക പോലും ആർക്കും കിട്ടില്ല. മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലായില്ല, ഇംഗ്ലീഷ് പറയാം. വേണ്ട, നീ മലയാളത്തിൽ പറഞ്ഞാൽ തന്നെ മനസ്സിലായില്ല, പിന്നെ ഇംഗ്ലീഷ്. എന്താ ഇപ്പൊ ഒരു വഴി? ഒറ്റ വഴിയേ ഉള്ളൂ. കൂട് കുടുക്കെ സർക്കാർ കൊണ്ടുപോകുന്നതിന് മുമ്പ് കിട്ടാവുന്നൊക്കെ അടിച്ചു മാറ്റിക്കോ. ചാക്കെടുത്തൊന്ന് പാടി. എന്റെ ദേവി, ഇതെന്തേ കണ്ണ്? ഇങ്ങോട്ടിടാ. ഞാൻ അടുക്കളയിലൂടെ ചെല്ലട്ടെ, ഇല്ലെങ്കിൽ പാത്രങ്ങളൊന്നും കിട്ടില്ല. അവിടെ മുടിഞ്ഞ പാത്രം ആദ്യം കറച്ചു മാറ്റണി. നീ പോയി ആഭരണം വല്ലതും കിട്ടുമോ നോക്ക്. ഓ ആ അളിയോ, ലോറിക്ക് പറഞ്ഞു. വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ എത്തും. ആ പോടാ. തനിക്ക് കണ്ണു കണ്ടൂടെ ഇടിയറ്റ്? കൊക്കിൽ ഒതുക്കുന്നേ പൊക്കാവൂ. പോയി വല്ല കിണ്ടിയോ കിട്ടുമ്പോ പൊക്കടാ. അത് ഞാൻ നോക്കിക്കോളാം. അച്ഛ, പണം എടുത്തു വെക്കടാ. അയ്യോ, എന്റെ വാർപ്പ്. അയ്യോ, എന്റെ പണം പോയേ. പിടി വിടാ. ചേട്ടാ, നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നത്? നമുക്ക് അച്ഛനെ ഒന്ന് അന്വേഷിക്കണ്ടേ? മാറി നിൽക്കടാ. ചേട്ടാ, ഞാൻ പറയുന്നു. മാറി നിൽക്കടാ പട്ടി. കാശിന് വിലയില്ലാത്ത അയാളെ ആർക്ക് വേണം? നിന്റെ തന്തയെ നീ പോയി അന്വേഷിക്കണം. അച്ഛ, വാർപ്പ് പോയി. പോയിന്നാ നിൽക്കണ അവിടെ. പട്ടി. ചേച്ചിക്ക് ഇട്ട് മൂടാനുള്ള കിട്ടിയിട്ട് അത്യാഗ്രഹം. പിടിപ്പള്ളൊക്കെ നീ നിന്റെ മോളും കൂടെ അടിച്ചടിച്ചില്ലേ? അമ്പടി കേമി, അമ്മയുടെ ആവരണപ്പെടി ഇങ്ങോട്ട് തരാൻ. അമ്മേ, ചന്ദ്രേട്ടനെ കണ്ടോ? പാലിക്ക് അടിയിലും. ഞാൻ എവിടെയല്ല അന്വേഷിച്ചു. ചന്ദ്രേട്ടാ, കിട്ടി. അയ്യോ മോളെ, പാല് കേട്ടില്ലേ നീ കൊണ്ടുപോയില്ലേ? അതിനേക്കാളും വില പിടിപ്പുള്ളത് ഈ തറവാട്ടിലുണ്ടടി. എവിടാ നടരാജ വിഗ്രഹേ? സംബന്ധക്കാരുള്ളതല്ല, തറവാട്ടുകാരുള്ളതാ. ഇവിടെ അഞ്ചലോഹ അങ്ങോട്ട് മക്കളെ. എന്റെ കുഞ്ഞിന്റെ തല പൊട്ടിച്ചോടാ.
നിങ്ങൾ എന്താ കാണിക്കുന്നത്? വിട. നമുക്ക് അച്ഛനെ ഒന്ന് അന്വേഷിച്ചിട്ട് ഒടുക്കത്തൊരു അച്ഛൻ. നന്ദി കെട്ട വർഗം. എനിക്കിത് കണ്ടിരിക്കാൻ വയ്യ മാഷെ. ഞാൻ എന്തെങ്കിലും ചെയ്യും, എന്തെങ്കിലും. വാതിൽ കടക്കുമോ എന്തോ? ആരാത്? നിലവറയിലെ സ്വർണ്ണവരനെ കുറിച്ച് ഈ കുഞ്ഞുലക്ഷ്മിക്ക് അറിയൂ. അത് ഞാൻ ആർക്കും കൊടുക്കില്ല, ആർക്കും കൊടുക്കില്ല, ഞാൻ കൊടുക്കില്ല. ഞാൻ പോലല്ലേ ഒന്ന് പോടൂ. ഓടി. കിട്ടിയല്ലോ കൊണ്ടുപോകുന്ന കണ്ടില്ലേ ചെമ്പ് വാർപ്പൊക്കെ അതിനൊരു വാർപ്പടിക്കണ്ട മനുഷ്യ. ജീവിക്കാൻ കഴിഞ്ഞു മമ്മൂട്ടിയെ. എന്താ അത് കണ്ണു കണ്ടൂടെ നിങ്ങൾക്ക്? ദൈവങ്ങളെ കൊണ്ടുപോണ കണ്ടില്ലേ? ഞങ്ങൾക്ക് മാത്രം ഒന്നും കിട്ടിയില്ല. അമ്പടി നുണച്ച് വിലപിടിപ്പുള്ളതൊക്കെ നിങ്ങൾക്കല്ലേ കിട്ടിയത്? അല്ല സത്യം ചെറിയുമ്പോ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. മക്കളെ ഇത് മീനാക്ഷി അടുത്തേക്ക് മക്കള് വേറെ വല്ലതും പോയി എടുത്തോട്ടോ. സ്നേഹമുള്ള മക്കളല്ലേ. മോനെ ശങ്കരൻകുട്ടി, ഗോതൻകുട്ടി, അയ്യോ അമ്മയ്ക്ക് എഴുന്നേക്കാൻ പറ്റണില്ല. ഒന്ന് പിടിച്ച് കേട്ടു മക്കളെ. ഗോതൻകുട്ടി, നാരായണ വാടാ. മോളെ ആശുപത്രിയിൽ എത്തിക്കണം. ഗോപിയുടെ എവിടെയാ? ആനക്കാര്യത്തിന്റെ ഇടയിലാ. പോയി അന്വേഷിക്കടി. എന്താ വല്യമ്മ ഈ കാത്ത്? സ്വന്തം കുടുംബം കൊള്ളയടിക്കേ. കഷ്ട വല്യമ്മേ. ഓ അവിടെ ഒരു കുടുംബസ്നേഹം. ആ പെരിങ്കള്ളം തന്തപ്പടിയുടെ മോന രാമനാഥനെ അറിഞ്ഞപ്പെടല്ലേ നീ ചൂട് മാറ്റിയത്? ഞങ്ങളെ പെരുവഴിയിൽ ഇറക്കിയിട്ട് ആരും അങ്ങനെ സൂഹിക്കണ്ട. പോടി, ആ തെണ്ടി രാമനാഥന്റെ കൂടെ പോയി വായി നോക്കി വിറ്റ് പോടി, എടുത്തോണ്ട് പോടി. ഒന്ന് വേഗം പോ ശത്രുവേട്ടാ. അയ്യോ അമ്മേ. നീ എന്നെ അടിച്ചു അല്ലേടാ? ഇല്ല, അടിക്കാൻ പോണുള്ളൂ. അന്ന് ശംഖുമാവനെ തല്ലിയ വകയിലെ ഒരു കടം ബാക്കിയുണ്ടല്ലോ, അതും കൂടി കൊണ്ടുപോകും. എടാ പട്ടി. വെറുതെ തല്ലുകൂടി കിട്ടിയ മുതൽ നഷ്ടപ്പെടുത്തണ്ട. രണ്ടടി കിട്ടിയെന്നല്ലേ ഉള്ളൂ. ആരും കണ്ടിട്ടില്ല. നിങ്ങൾ വാ.